പലരും ട്രോളി ഒരു വഴിയാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിജയം എല്ലാവർക്കുമുള്ള ഒരു പാഠമാണെന്ന് തുറന്നു പറയുകയാണ് സംവിധായകൻ മേജർ രവി. സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകാതിരുന്ന സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരെ മേജർ രവി വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആവശ്യമുള്ള സമയത്ത് സുരേഷ് ഗോപിക്ക് പിന്തുണ കൊടുക്കാത്ത സിനിമാ മേഖലയിലെ ചില സ്വാർത്ഥർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടപ്പുണ്ട്. മാത്രമല്ല, നിമിഷ സജയൻ എന്ന നടിയെ പോലുള്ളവർക്ക് ജനങ്ങൾ ഇനി മറുപടി കൊടുക്കേണ്ടതില്ലെന്നും ഏറ്റവും വലിയ മറുപടിയാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്നുമാണ് മേജർ രവി പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, പലരും ട്രോളാക്കി ഒരു വഴിയാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിൽ എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമാണ്. കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ എന്നെപ്പോലെയുള്ളവർക്ക് വളരെയധികം സന്തോഷം. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സുരേഷിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്തെന്നാൽ ആരുടെയെങ്കിലും ദുഃഖം കേട്ടാൽ മനസ്സലിയുക എന്നതാണ്. അതാണ് മനുഷ്യത്വം. എതിർ പാർട്ടികൾ സുരേഷിനെ പല രീതിയിലും വിമർശിച്ചു, കടന്നാക്രമിച്ചു, ചൂഷണം ചെയ്തു. എന്നിട്ടും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവസാനം വിജയം കൈവരിച്ചു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിൽ വളരെയധികം സന്തോഷമെന്നും ഇനി സുരേഷ് സാറാണ്, ഇനി അങ്ങനെ ഞാൻ വിളിക്കൂ. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകൾ കാണും, അതുകൊണ്ട് ഇനി എപ്പോഴും വിളിക്കില്ല. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമായിരിക്കും വിളിക്കുക. മാത്രമല്ല, മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ആരെങ്കിലും ഒരു പൊസിഷനിൽ എത്തിയാൽ അവരെ പരമാവധി വിളിച്ച് ശല്യം ചെയ്യും. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ നിന്നപ്പോൾ എത്ര സിനിമാക്കാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു? ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ സ്വാർത്ഥർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടപ്പുണ്ട്. ആരും പ്രതികരിക്കാതിരുന്ന സമയത്തും ഞാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് മറ്റൊരു സിനിമാക്കാരനും അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. സുരേഷ് ഗോപിയുടെ ഈ വിജയം ഒരു പാഠമാണ്. ഒരു വ്യക്തി നന്മയുള്ളവനാണെങ്കിൽ വിജയം തേടി വരും. ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും തരണം ചെയ്താണ് സുരേഷ് വിജയം കൈവരിച്ചത്. മകൻ ഗോകുൽ ഒരു പാവമാണ്. സുരേഷിൻ്റെ കുടുംബത്തെ ആക്രമിച്ചപ്പോൾ അവൻ പലപ്പോഴും പ്രതികരിച്ചു. അവനെ ഞാൻ സമാധാനപ്പെടുത്തിയിരുന്നു. എന്തായാലും സുരേഷിന് ലഭിച്ച വിജയം അദ്ദേഹം നിലനിർത്തട്ടെ. വരുന്ന 5 വർഷം കേരളത്തിന് ഗുണം ചെയ്യുന്ന, പ്രത്യേകിച്ച് തൃശ്ശൂറുകാർക്ക് നല്ലത് വരുത്തുന്ന പദ്ധതികൾ അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിയട്ടെ. മാത്രമല്ല, നിമിഷ സജയൻ ഒരു രാഷ്ട്രീയക്കാരിയൊന്നും ആയിരുന്നില്ല. പക്ഷേ സീനിയറായ ഒരു സഹപ്രവർത്തകനെ അവർ പരിഹസിച്ചു. സ്റ്റേജിൽ കയറുമ്പോൾ 4 കയ്യടി കിട്ടുമ്പോൾ എന്തും വിളിച്ചു പറയുകയാണ്. എന്തായാലും ഇപ്പോൾ അതിനുള്ള മറുപടി ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനെ വിട്ടേക്കുക. വീണ് കിടക്കുന്ന മരത്തിൽ കയറാൻ നിൽക്കണ്ട എന്നും മേജർ രവി പറയുകയാണ്. കൂടാതെ ഒരു വേദി കിട്ടിയപ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടി സുരേഷ് ഗോപി എന്നോ പറഞ്ഞ ഒരു കാര്യമായിരുന്നു നടി നിമിഷ സജയൻ വിളിച്ച് പറഞ്ഞത്. അതിൽ വ്യക്തിവൈരാഗ്യമുണ്ടെന്ന് കരുതുന്നില്ലെന്നും മേജർ രവി പറയുകയാണ്. നിമിഷ പറഞ്ഞത് കേട്ടപ്പോൾ അന്ന് വിഷമം തോന്നിയെങ്കിലും ഇന്ന് നിമിഷയ്ക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയോട് താല്പര്യമില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലും പറഞ്ഞത്. ഇത്തരത്തിലുള്ള വ്യക്തിവിരോധം ഒന്നും ഇഷ്ടപ്പെടുന്ന ആളുമല്ല സുരേഷ് ഗോപി. അദ്ദേഹം ഒരു സ്വാത്വികനായ വ്യക്തിയാണെന്നും മേജർ രവി പറയുന്നു. ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ലൈവ് വീഡിയോയിലൂടെയാണ് നിമിഷയ്ക്കെതിരെയുള്ള വ്യക്തിഹത്യ അവസാനിപ്പിക്കണമെന്നടക്കം മേജർ രവി ആവശ്യപ്പെടുന്നത്. വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്നും നടി നിമിഷ സജയനെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ കണ്ടുവെന്നും ആ കുട്ടി ഒരു രാഷ്ട്രീയക്കാരിയല്ല, കലാകാരിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടാനുള്ള മാനസികമായ ശക്തി ആ കുട്ടിക്കുണ്ടോ എന്നറിയില്ല. ഏതോ ഒരു കാലത്ത് സുരേഷ് പറഞ്ഞ ഒരു കാര്യം ആ കുട്ടി വേദിയിൽ വന്ന് പറഞ്ഞു. അതിനെ അങ്ങനെ വിട്ടാൽ മതി. ഇപ്പോൾ നടക്കുന്ന ആക്രമണം വിഷമിപ്പിക്കുന്നതാണ്. നിമിഷ പറഞ്ഞത് അന്ന് കേട്ടപ്പോൾ വിഷമമുണ്ടായിരുന്നുവെന്ന്. പക്ഷേ അതിൻ്റെ പേരിൽ അവരെ മാനസികമായി വിഷമിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നതിനോ എനിക്ക് യാതൊരുവിധ സന്തോഷവുമില്ല എന്നാണ് വളരെ പക്വതയോടെ അന്ന് ഗോകുൽ സുരേഷും പറഞ്ഞത്. സുരേഷ് ഗോപി വളരെ നന്നായി വളർത്തിയ കുട്ടിയാണ് ഗോകുൽ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിടുകയാണ് വേണ്ടതെന്നും, അല്ലാതെ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ പോയി അവളെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ എന്നും ഇതൊക്കെ നിർത്തിക്കൂടെ. ആ കുട്ടി ചെയ്തത് വ്യക്തിപരമായ ദേഷ്യം കൊണ്ടൊന്നും അല്ലെന്നും, ഒരു സ്റ്റേജിൽ കയറി കുറച്ച് കയ്യടി കിട്ടുന്ന സമയത്ത് വായിൽ നിന്ന് പോയതാണ്. അന്ന് പറഞ്ഞതിനെ ഇപ്പോൾ എടുത്തിട്ട് ആ കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നതിനെ അംഗീകരിക്കാനാകില്ല എന്നും, സുരേഷിൻ്റെ സുഹൃത്താണെന്നും ആ കുടുംബം എനിക്ക് അടുപ്പമുള്ളതെന്നുമാണ് മേജർ രവി പറയുന്നത്. ആ കുട്ടി അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സുരേഷിന് ഇഷ്ടപ്പെടുമെന്ന് കരുതിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സുരേഷ് വളരെയധികം സ്വാത്വികനായ മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് കരുതരുത്. ഇനിയെങ്കിലും ഈ സൈബർ ആക്രമണം നിർത്തണമെന്നായിരുന്നു മേജർ രവിയുടെ വാക്കുകൾ. മാത്രമല്ല, തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ നിമിഷ സജയനെതിരെയുള്ള വ്യക്തിഹത്യ ആരംഭിക്കുകയായിരുന്നു. 4 വർഷം മുമ്പ് തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിമിഷ നടത്തിയ ഒരു പ്രസ്താവനയാണ് സൈബർ ആക്രമണത്തിന് പിന്നാലെ ഇടയായത്. തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെന്നും പിന്നെ ഇന്ത്യ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ എന്നുമായിരുന്നു അന്ന് ഒരു പൊതുപരിപാടിയിൽ നിമിഷ സജയൻ പറഞ്ഞത്. സൈബർ ആക്രമണം രൂക്ഷമായതോടെ നിമിഷ അന്ന് പറഞ്ഞത് കേട്ടപ്പോൾ വിഷമം തോന്നിയിരുന്നുവെന്ന്, എന്നാൽ ഇന്ന് അവർക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയോട് യോജിക്കാൻ കഴിയില്ലെന്നുമാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും പ്രതികരിച്ചത്.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.